ഇന്നത്തെ സെഷനിൽ നമ്മൾ ഒരു പാരന്റ്സ് മീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് PTA പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകാറുണ്ട് ആസ് എ പാരന്റ്. എന്ന് വെച്ചാൽ നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് പോകുമ്പോൾ കുട്ടികളുടെ കംപ്ലൈന്റ് കേൾക്കുന്നതിനേക്കാളും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരോട് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കും എന്നുള്ളതാണ്. ടീച്ചർ എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ അതിന് ഇംഗ്ലീഷിൽ ആൻസർ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. ആദ്യം തന്നെ എന്താ ടീച്ചർ ചെയ്യുന്നത്? എല്ലാവരും വിഷ് ചെയ്യും അല്ലേ, ഗുഡ് മോർണിംഗ് എവരി വൺ. പിന്നെ ഇതെന്തിനാണ് ഈ മീറ്റിംഗ് എന്നുള്ള രീതിയിൽ അതും പറയുകയാണ്. ടുഡേ വി വിൽ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ് പെർഫോമൻസ് ആൻഡ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അതായത് ഇന്ന് നമ്മൾ ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസും, അതായത് സ്റ്റുഡൻസിന്റെ പെർഫോമൻസും, പിന്നെ ഏതൊക്കെ കാര്യത്തിൽ അവർ ഇംപ്രൂവ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ 1 by 1 സ്റ്റുഡൻറ്റിനെയാണ് ടീച്ചർ വിളിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആരവ്. ആരവിൽ നിന്ന് നമുക്ക് തുടങ്ങാന്ന് പറയും. ഹിസ് പെർഫോമൻസ് ഇൻ സയൻസ് ഈസ് എക്സലന്റ്. ഹി സ്കോർഡ് 92% ഇൻ ദ ലാസ്റ്റ് എക്സാം. അപ്പോൾ ആദ്യം തന്നെ ആ കുട്ടിയുടെ പോസിറ്റീവ്, അതായത് എന്താണ് ഇംപ്രൂവ്മെന്റ് എന്നതായിരിക്കും ടീച്ചർ എപ്പോഴും പറയുന്നത്. ആദ്യം തന്നെ കയറി നെഗറ്റീവ് പറയത്തില്ല ടീച്ചർ. അത് കേട്ടപ്പോൾ തന്നെ ആരവിന്റെ മദറിന് വളരെ സന്തോഷമായി. അപ്പൊ നമ്മൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മൾ ചിരിച്ചിരിക്കുകയാണ് വേണ്ട, അല്ല, നമ്മൾ അതിന് ഒരു ആൻസർ കൊടുക്കാനായിട്ട് റെഡി ആയിരിക്കണം. ദാറ്റ്സ് ഗ്രേറ്റ് ടു ഹിയർ, അല്ലെങ്കിൽ ദാറ്റ്സ് ഹാപ്പി ടു ഹിയർ എന്ന് നമ്മൾ പറയണം. ഓ, വളരെ സന്തോഷമായി അത് കേട്ടേന്. ഇനി നമ്മൾ ഇത് കേട്ട് കഴിഞ്ഞ് നമ്മളൊരു സബ്ജക്റ്റ് പറ്റിയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അടുത്ത സബ്ജക്റ്റിനെ പറ്റി അറിയാനുള്ള ഒരു ആകാംക്ഷ കാണും. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഹൗ ഈസ് ഹി ഡൂയിങ് ഇൻ അതർ സബ്ജക്ട്സ്? അതർ സബ്ജക്റ്റിൽ എങ്ങനെയാവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഏത് വിഷയത്തിലാണ് പ്രോബ്ലം ഉള്ളതും ഏത് വിഷയമാണ് നല്ലതെന്നുള്ളതും. ഫസ്റ്റ് നല്ലതല്ലേ പറയത്തുള്ളൂ. അപ്പൊ ഹിസ് ഇംഗ്ലീഷ് ഈസ് ഗുഡ്, ബട്ട് ഇൻ മാത്തമാറ്റിക്സ് ഹി ഈസ് ഫേസിങ് സം ഡിഫിക്കൽറ്റി, എസ്പെഷ്യലി ഇൻ വേർഡ് പ്രോബ്ലംസ്. മാത്സിൽ ഇച്ചിരി പ്രോബ്ലം ഉണ്ട് അവന്. ഒരു ഏരിയയിൽ അവന് പ്രോബ്ലം ഉണ്ട്. അത് ഏത് ഏരിയയിലാണ് പ്രോബ്ലം? ഇൻ വേർഡ് പ്രോബ്ലംസ്. വേർഡ് പ്രോബ്ലംസിലാണ് അവന് പ്രോബ്ലം ഉള്ളതെന്ന് പറയും. ഒരു കുട്ടിയെ പറ്റി എന്തെങ്കിലും ഒരു കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ടീച്ചേഴ്സിനോട് ദേഷ്യപ്പെടുക, അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ പാർട്ട് എന്താണെന്നുള്ളത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. വി വിൽ ഗീവ് ഹിം എക്സ്ട്രാ പ്രാക്ടീസ് അറ്റ് ഹോം. വീട്ടിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് കൊടുക്കാം. പിന്നെ ടീച്ചറിനോട് ചോദിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ടീച്ചറിനും എന്നുള്ള രീതിയിൽ. കുഡ് യു റെക്കമെൻഡ് സം റിസോഴ്സസ്. ഇവിടെ റെക്കമെൻഡ് എന്നുള്ളത് ശുപാർശ ചെയ്യാമോ, ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. കുഡ് യു റെക്കമെൻഡ് സം റിസോഴ്സസ്? യെസ്, I will share a list of worksheets and online practice links. ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് വർക്ക്ഷീറ്റ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ഒരു ഓൺലൈൻ പ്രാക്ടീസ് ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറയും. അപ്പൊ ആരവസിന്റെ മതങ്ങൾ താങ്ക്സ്. ടീച്ചർ നെക്സ്റ്റ് കുട്ടിയുടെ അടുത്ത് പോകും. നൗ അബൌട്ട് മീര. നമ്മൾ മീരയെ പറ്റിയാണ് ഇനി അടുത്തത് സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യം തന്നെ ആ കുട്ടിയുടെ നല്ല കാര്യമാണ് പറയുന്നത്. ഷി ഹാസ് ഷോൺ ബിഗ് ഇംപ്രൂവ്മെന്റ് ഇൻ റീഡിംഗ് സ്കിൽസ്. അവള് വായന ശേഷിയിൽ വളരെ പുരോഗതി കാട്ടിയിട്ടുണ്ട് എന്ന് പറയും. ഷി ഹാസ് ഷോൺ ബിഗ് ഇംപ്രൂവ്മെന്റ് ഇൻ റീഡിംഗ് സ്കിൽസ്. മീരയുടെ ഫാദർ ആണ് വന്നിരിക്കുന്നത്. മീരയുടെ ഫാദർ ഇത് കേട്ടപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ട് പറയാണ്, വി ഹാവ് ബീൻ എൻകറേജിങ് ഹർ ടു റീഡ് സ്റ്റോറി ബുക്സ് എവറി ഈവനിങ്. എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ സ്റ്റോറി ബുക്ക് വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വി ഹാവ് ബീൻ എൻകറേജിങ് പ്രോത്സാഹിപ്പിക്കുന്നു ഹർ ടു റീഡ് സ്റ്റോറി ബുക്സ് എവറി ഈവനിങ്. എല്ലാ വൈകുന്നേരങ്ങളിലും സ്റ്റോറി ബുക്ക് വായിക്കാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ദാറ്റ്സ് വർക്കിംഗ് വെൽ. അത് വളരെ നന്നായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ടീച്ചർ പറയും. ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. സംടൈംസ് ഹർ ലെറ്റേഴ്സ് ആർ നോട്ട് ക്ലിയർ. ലെറ്റേഴ്സ് നല്ല ക്ലിയർ ആയിട്ടല്ല എഴുതുന്നത്. അപ്പൊ മീരയുടെ അച്ഛനറിയാം ഓൾറെഡി മീരയുടെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ്. മീരയുടെ ഫാദർ പറയും, അണ്ടർസ്റ്റുഡ്, വി വിൽ ഫോക്കസ് ഓൺ ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് കൊടുക്കാമെന്ന് പറയും. 2 കുട്ടികളുടെ പാരന്റ്സുമായിട്ട് സംസാരിക്കുന്ന മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ടീച്ചർ പറയുവാണ്, ഓവറോൾ ഓൾ സ്റ്റുഡൻസ് ആർ ഡൂയിങ് വെൽ. ലാസ്റ്റ് ടീച്ചർ പറയാണ്, ഓവറോൾ ഓൾ സ്റ്റുഡൻസ് ആർ ഡൂയിങ് വെൽ. വി വിൽ കണ്ടിന്യൂ ടു വർക്ക് ടുഗദർ ഫോർ ദെയർ പ്രോഗ്രസ്. ടീച്ചർ മാത്രം വിചാരിച്ചെന്ന് പറഞ്ഞ കാര്യമില്ല അല്ലെ. വി വിൽ കണ്ടിന്യൂ ടു വർക്ക് ടുഗദർ, ഒന്നിച്ച്
ഫോർ ദെയർ പ്രോഗ്രസ്. അവരുടെ പുരോഗമനത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കാം എന്ന് പറയുന്നത്. പാരൻസ് എല്ലാവരും കൂടെ ടീച്ചറിന് താങ്ക്സ് പറയും. താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. ടീച്ചറിന്റെ സപ്പോർട്ടിനും ഗൈഡൻസിനും ഒക്കെ നന്ദി പറഞ്ഞിട്ട് അവർ മീറ്റിംഗ് പിരിയുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.